മുസ്ലിം ലീഗിന് ഇനി ചെയ്യാനുള്ളത് സാഹോദര്യം എന്നുള്ള സാധനം മുസ്ലിം ലീഗ് എത്രയോ കാലമായിട്ട് പ്രവർത്തിച്ച് തെളിയിച്ചൊരു സാധനമാണ്. അതിനുവേണ്ടി ഇനിയിപ്പോൾ ഞെരളത്തരിവന്തൻ്റെ സാന്നിധ്യമോ കുറേ ഹിന്ദുക്കൾ ഇതിൽ വന്നിട്ട് മതേതരത്വം തെളിയിക്കേണ്ട ഗതികേടൊന്നും മുസ്ലിം ലീഗിനില്ല. മുസ്ലിം ലീഗ് ഇനി ഇടപെടേണ്ടത് സാംസ്കാരിക മേഖലയിൽ വളരെ ശക്തമായിട്ട് ഇടപെടേണ്ടതുണ്ട്. തീർച്ചയായും. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറയാം, എന്തുകൊണ്ടാണ് KN ഖാദർ സാറിനെ ഒരു UDF ഗവൺമെൻറ് വരുമ്പോൾ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആക്കിക്കൂടാ? എൻ്റെ ഒരു എളിയ ഒരു ആഗ്രഹമല്ല ഞാൻ പറയണത്, എളിയ നിർദ്ദേശമാണ് ഞാൻ പറയണത്, ആഗ്രഹം പോലും അല്ല. ലീഗുകാർക്ക് അതായത് ലീഗുകാർക്ക് അക്കാദമി പറ്റില്ല. ഇപ്പോൾ കേരള സംഗീത അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ലീഗുകാരൻ വന്നാൽ എന്താണ് കുഴപ്പം? അവർക്ക് മാപ്പിളക്കലാ അക്കാദമിയുടെ മാത്രം എന്താ പറയുക ഭാരവാഹിത്തെ കൊടുക്കാവൂ. അത് LDF ഭരിച്ചാലും നേരത്തെ പറഞ്ഞ ഒരു സംഗതിയുടെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഉണ്ട്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ സാഗർ ഷെരീഫ്, ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ എടുത്ത് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ സാഗർ ഷെരീഫ് മാധ്യമ പ്രവർത്തനത്തിൽ എത്ര കാലമായി? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ചലച്ചിത്രം അല്ലെങ്കിൽ ഈ വിഷ്വൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട സർക്കാരിൻ്റെ സ്ഥാനത്ത് UDF വരണ സമയത്ത് എന്തുകൊണ്ടാണ് UDFൻ്റെ ചിന്ത വരുമ്പോൾ ആ ലീഗിൽ ഇങ്ങനെ നല്ലൊരു പ്രവർത്തകനുണ്ട്, നമുക്ക് അദ്ദേഹത്തിന് ഇത് സ്ഥാനം കൊടുക്കാം? അവിടെ കുറേ പ്രമാണിമാർ സ്ഥിരം ഈ വിജയത്തിനോ രാഷ്ട്രീയ വിജയത്തിനോ തെരഞ്ഞെടുപ്പ് വിജയത്തിനോ വേണ്ടി യാതൊരു കോൺട്രിബ്യൂഷനും നൽകാതെ ഇരുന്ന കുറേ ആൾക്കാർ കാണാം UDF ഇലക്ഷനിൽ വിജയിച്ച് കഴിയുമ്പോൾ ഇത്തരം സാംസ്കാരിക രംഗത്തൊക്കെ കയറി കൂടുന്നത് കാണാം. ഇത് കേൾക്കുന്ന ഒരു വിരോധം വിചാരിക്കരുത്. ലീഗ് വളരെ ശക്തമായി വളരെ ബോധപൂർവം ഇത്തരം കാര്യങ്ങൾ ഇടപെടേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യം കൂടി ഞാൻ പറയാം. ഈ കേരള കലാമണ്ഡലം എന്ന് പറയുന്നൊരു സ്ഥാപനം, അവിടെ കേരളീയമായ കലകളുടെ മണ്ഡലമാണ് അത് കേരളത്തിൻ്റെ പൊതു ഖജനാവിൻ്റെ പണം ഉപയോഗിച്ച് നടക്കുന്നൊരു സ്ഥാപനമാണ്. അവിടെ കഥകളി എന്താ പറയുക കൂടിയാട്ടം മറ്റേ മോഹിനിയാട്ടം ഒക്കെ പഠിപ്പിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു കളരിയിൽ എന്താ ഒപ്പന പഠിപ്പിക്കാത്തത്? എന്താ അവിടെ കോൽക്കളി പഠിപ്പിക്കാത്തത്? അപ്പോൾ ഒപ്പന കളിക്കുന്ന കുട്ടികളോട് മോഹിനിയാട്ടം കലാമണ്ഡലത്തിൽ പോയി ചോദിച്ചിട്ട് പിന്നീട് അവിടെ പരിപാടി ഞാനവിടെ SFI ആയിട്ട് ബന്ധപ്പെട്ടൊരു പയ്യന്മാർ ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് അവിടെ യൂണിയനുള്ള കാലത്ത് തന്നെ വിളിച്ചു. അവിടെ പോയി ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ ആരും വിളിച്ചിട്ടില്ല. ഒരു സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടൽ നടത്തേണ്ടത് സാംസ്കാരിക രംഗത്താണ്. ഇപ്പോൾ KM സീതി സാഹിബ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൾച്ചറൽ ആക്ടിവിറ്റി. കൊട്ടലും പാടലും മാത്രമല്ല സാംസ്കാരിക ഇടപെടൽ, പക്ഷേ കൊട്ടലും പാടലും ആടലും വരയ്ക്കലും ശില്പനിർമ്മിതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ഫണ്ട് ഇവിടെ ചെലവഴിക്കപ്പെടുന്നുണ്ട്, വലിയൊരു സംവിധാനം ചെലവഴിക്കപ്പെടുന്നുണ്ട്. അവിടെ ലീഗ് പോലെയുള്ള ഒരു അസ്പൃശ്യമായ രീതിയിൽ പറയാതെ ലീഗിനെ മാറ്റി നിർത്തുന്നു എന്നുള്ളത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ലീഗുകാർ അവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ അപകടങ്ങളുണ്ട്. എന്നുവെച്ചാൽ ലീഗുകാർ സ്വയം വിചാരിക്കുന്നുണ്ട് പലരും സാംസ്കാരിക രംഗത്ത് നമ്മളത്ര പോരാ എന്നൊരു വിചാരമുണ്ട്. പക്ഷേ എത്ര സമൃദ്ധമായ പാരമ്പര്യമാണ് ഈ ലീഗിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള ലീഗിൻ്റെ അനുഭാവികളായിട്ട് നിൽക്കുന്നവരായിട്ടുള്ള ആളുകൾ. ആ സമൃദ്ധിയെ സർക്കാർ സ്ഥാപനങ്ങളിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒപ്പന എന്താ പറയുക ഏതെങ്കിലും നിലയ്ക്ക് റിപ്പബ്ലിക് ഡേക്ക് ഡൽഹിയിൽ മാത്രം കൊണ്ടേ കളിക്കേണ്ട ഒരു സാധനമല്ല. ഇവിടെ ശക്തമായ ഒരു ഇസ്ലാമിക നൃത്തരൂപമുണ്ട് ഒപ്പന എന്നത് ഡൽഹിയിലെ അക്കാദമിയിൽ അറിയണം. അവിടുത്തെ അക്കാദമിയിലെ ജീവനക്കാർ ഇന്ന് വരെ ഒപ്പന എന്നുള്ളൊരു സാധനം ഏതെങ്കിലും ഒരു ഫോമിലോ അല്ലെങ്കിൽ ഒരു ലെറ്ററിലോ ഇടേണ്ടി വന്നിട്ടില്ല. എന്നാൽ കഥകളി 24 മണിക്കൂറുണ്ട്. കഥകളിക്ക് എല്ലാ പ്രോത്സാഹനം, കഥകളി ഉണ്ടായിട്ട് ആകെ 100-100 കൊല്ലമായിട്ടേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ഫോബിയയുടെ ഭാഗം തന്നെയാണ്. ഫോബിയ മാത്രമല്ല, ഫോബിയ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ലീഗ് ബോധപൂർവ്വം അതിൽ ഇടപെട്ടിട്ടില്ല. അത് വളരെ അത്യാവശ്യമാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ വരാനിരിക്കുന്ന തലമുറയ്ക്ക് കിട്ടേണ്ടുന്ന കുറേ സാമ്പത്തിക സഹായങ്ങൾ കലാപരമായ രംഗത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ അവർ അനുഭവിക്കേണ്ടുന്ന സഹവർത്തിത്വം. ഇപ്പോൾ ഒരു കോൽക്കളി പഠിക്കുന്ന കുറച്ച് മുസ്ലിം കുട്ടികളോ അല്ലെങ്കിൽ ഹിന്ദു കുട്ടികളോ ക്രിസ്ത്യൻ കുട്ടികളോ കലാമണ്ഡലത്തിൽ കോൽക്കളിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കളരിയിലുണ്ടെങ്കിൽ അവർ തൊട്ടടുത്തുള്ള കഥകളിക്കാരനായിട്ട് നല്ലൊരു സഹവാസം സാധ്യമാണ്, നല്ലൊരു ഇൻ്ററാക്ഷൻ സാധ്യമാണ്. അതിലൂടെ അവരെന്ത് മനസ്സിലാക്കും? കഥകളിക്കുള്ള മഹത്വം കോൽക്കളിക്കുമുണ്ട്. മറ്റത് കഥകളിക്കാരൻ വിചാരിക്കുകയാണ് ഞാൻ തന്നെ കഥകളി. എന്നിട്ട് എന്താ കാര്യം? സുരേഷ് ഗോപിയും കലാമണ്ഡലം ഗോപിയും കൂടെ ചെറുതുരുത്തി അങ്ങാടിയിൽ ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലം ഗോപിൻ്റെ ഒപ്പം പോയിട്ട് ആരെങ്കിലും സെൽഫി എടുക്കുമോ? അപ്പോഴും സിനിമാ നടനെ ബലം കിട്ടുന്നുള്ളൂ. കഥകളിക്ക് 100 ചില്ലാൻ രാജ്യങ്ങളിൽ പോയ ആളാണ് കലാമണ്ഡലം ഗോപി. ഇത്രയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടും ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നപ്പോഴും സംഗീത അക്കാദമിയിൽ കഥകളി മോഹിനിയായിട്ടാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫോക്ക് കലകൾക്കും ഇതേ അനുഭവം ഉണ്ടായി. ദളിതരുടെയും ഇസ്ലാമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും കലാരൂപങ്ങളെ കലാമണ്ഡലം പോലെയോ സംഗീത നാടക അക്കാദമി പോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഒരു ഒറ്റ പുറത്താക്കലാണ്. ഈ പുറത്താക്കിയത് മുസ്ലിങ്ങൾക്കും മനസ്സിലായിട്ടില്ല, സമുദായത്തിനും മനസ്സിലായിട്ടില്ല, ലീഗും ശ്രദ്ധിച്ചിട്ടില്ല. അത്തരം ഇടപെടലുകൾ നടത്തുന്നതിനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ കുട്ടികൾക്കും ഇതൊക്കെ അർഹതപ്പെട്ടതാണ്. അവർ ഈ മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ മാത്രമാണ് അവിടെ അധികാരികളാവാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും ഒരു അരികുവൽക്കരണമാണ്. അതായത് മാപ്പിളാർ അതിന് മാത്രമേ പറ്റുള്ളൂ. മാപ്പിളാർ കലാമണ്ഡലത്തിൽ സെക്രട്ടറി ആയി എന്താ കുഴപ്പം എന്നുള്ളതൊരു ചോദ്യം മുസ്ലിമായിട്ടല്ല ചോദിക്കേണ്ടത്. അത് UDF വരുന്ന സമയത്ത് UDFൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ട. ഇപ്പോൾ അവിടെ സെക്രട്ടറി ഇല്ല, അപ്പോൾ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് മറ്റു വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വരെ മുസ്ലിങ്ങൾ വരുന്നതിനെ
പിന്നെ മാറ്റി നിർത്തുകയാണ്, പിന്നെ അല്ലേ അല്ല, ബാക്കിയുള്ള കാര്യം. അത് ഫോബിയ മാത്രമല്ല, അത് ഇനി ശക്തമായിട്ടുള്ള ബോധപൂർവ്വം. കാരണം ഞാൻ പറയില്ല, സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ കാലം വരുമ്പോഴത്തേക്കും ഇവിടെ സുനിത വില്യംസ് വരുമ്പോൾ രവി DC എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രിസ്തുമത വിശ്വാസമുള്ള എന്നാൽ എല്ലാവരോടും ഇടപഴകുന്ന വലിയൊരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിൻ്റെ ആൾ വളരെ സ്നേഹപൂർവ്വം കുഞ്ഞാലിക്കുടി സാഹിബിനെയും പാണക്കാട് തങ്ങളെയും വിളിച്ചിട്ട് സുനിത വില്യംസുമായിട്ട് ഒരു ഡയലോഗിനുള്ള അവസരം ഉണ്ടാക്കി. ഇവിടെ ഈ എന്താ പറയുക, മുന്നും പിന്നും വലിപ്പമുള്ള പെണ്ണുങ്ങളെ പിന്നാലെ ക്യാമറയും തൂക്കി നടക്കണം എത്ര എണ്ണം സുനിത വില്യംസ് വരുമ്പോൾ അവിടെ പോയി. അതിനുള്ള ബോധമുണ്ടായിട്ട് അത്രമാത്രം വളർന്നിട്ടില്ല. കുംഭമേളയിൽ അതായിരുന്നു ഈ പറഞ്ഞ സിനിമാ നടികളുടെ മാത്രമേ ഹൈലൈറ്റ് ഉണ്ടായിരുന്നു. സാത്വികരായിട്ടുള്ള എത്രയോ കലാകാരന്മാരവിടെ 10 പൈസയും ചായ കുടിക്കാൻ കൂടി ഇല്ലാണ്ട് പോയിട്ട് പാട്ട് പാടി. അവരുടെ ഒന്നും കൂടുതൽ ഒരു റീൽസും നിങ്ങൾ കാണില്ല. പൊങ്കാല വരുമ്പോഴും അതാ പറഞ്ഞ പൊങ്കാല വരുമ്പോൾ അവരേ ഉള്ളൂ. അപ്പോൾ സംഘപരിവാറുമായിട്ട് ബന്ധപ്പെട്ടതും വിശ്വാസവുമായി ബന്ധപ്പെട്ടതുമായിട്ട് ഇത്തരത്തിലുള്ള കോമാളിത്തങ്ങളിലേക്ക് പോകാതെ ലീഗ് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിൽ അതിശക്തമായിട്ട് ഇടപെടണം. കാരുണ്യ പ്രവർത്തനങ്ങളിൽ അവർ ധാരാളമുണ്ട്. പക്ഷേ ഇവർ പ്രധാനപ്പെട്ട വേദികളിലൊന്നും വരാതിരിക്കാൻ ഈ പറഞ്ഞ അക്കാദമികൾ, അതിൻ്റെ വേദികൾ, ഇപ്പോൾ ചലച്ചിത്ര അവാർഡുകൾ വരുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഒരു ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇപ്പം KN ഖാദർ സാറ് മാത്രമല്ല, എത്രയോ ഇപ്പോൾ മുനീർ സാഹിബ് ചിത്രം വരയ്ക്കുന്ന ആളല്ലേ, പാട്ട് പാടുന്ന ആളല്ലേ. അപ്പോൾ അവരവിടെ ഇരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ എല്ലാ സമുദായത്തിനും ലഭിക്കും. എല്ലായിടത്തും ഈ പറഞ്ഞ ഹോണറബിൾ എക്സിസ്റ്റൻസ് എന്ന് പറയുന്ന അഭിമാനകരമായ അസ്തിത്വത്തിന് വലിയ തോതിലുള്ള സാധ്യതകൾ കേരളത്തിലുണ്ട്. അതിൽ നമ്മൾ വേണ്ടത്ര ഇടപെട്ടില്ലെങ്കിൽ എന്താ പറയുക, ഒളിച്ച് കടത്തലുകൾ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും സംഘപരിവാർ ഭരിച്ചാലും ഒളിച്ച് കടത്താൻ വളരെ എളുപ്പമുള്ള ഒരു മേഖലയാണ് സാംസ്കാരിക മേഖല. അതുകൊണ്ട് അവിടെ ശക്തമായിട്ട് ലീഗ് ഇടപെടാൻ കഴിയും, ഇടപെടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നിങ്ങളെപ്പോലത്തെ ഇത്തരം മേഖലയിലുള്ള ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവുന്ന കാര്യം.